ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 12 27 തിരുവചനം. താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ സഹനങ്ങളെ മുന്നിൽ കണ്ടപ്പോഴുള്ള ഈശോയുടെ പ്രാർത്ഥനയാണിത്. സഹനത്തിന്റെ മണിക്കൂറുകൾ ദൈവകൃപയുടെ നിമിഷങ്ങളാണെന്നും അനേകർക്ക് ലഭിക്കാനുള്ള രക്ഷയുടെ അവസരങ്ങളാണെന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതിനാലാണ് മാനുഷികമായ ചിന്താഗതിയിൽ ഈ സഹനങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴും ദൈവപിതാവിന്റെ ഹിതമായി കാണാനുള്ള ശക്തി ഈശോയ്ക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതയാത്രയിൽ സഹനത്തിന്റെ വിവിധ മണിക്കൂറുകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. തികച്ചും അപ്രതീക്ഷിതമായ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, മാറാ രോഗങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ആത്മാർത്ഥമെന്ന് കരുതിയ സൗഹൃദങ്ങളുടെ വഞ്ചന, മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥകൾ എന്നിങ്ങനെ ഈശോ കടന്നുപോയ അതേ സഹനങ്ങളുടെ മണിക്കൂറുകളിലൂടെ നമുക്കും പോകേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സ് പതറാതെ ഈശോയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ആവാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണല്ലോ. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോഴാണ് നമുക്ക് അഗ്രാഹ്യമായ അനുഗ്രഹങ്ങളുടെ നിറവിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നത്. ഈശോയുടെ ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് രൂപപ്പെടുത്താം.